കൽപ്പാത്തി രഥോത്സവം ആഘോഷിച്ചു കഴിഞ്ഞ പാലക്കാട്ടെ ജനങ്ങൾ ഇനി ഒരു ജനാധിപത്യ ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. വളരെ വാശിയേറിയ ഒരു പോരാട്ടമാണ് പാലക്കാട് നടക്കുന്നത്. BJP സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ, UDF-ലെ രാഹുൽ മാങ്കൂട്ടത്തിൽ, LDF സ്വതന്ത്രനായ P. സരിൻ എന്നിവർ ഇലക്ഷന്റെ അവസാനഘട്ട ഒരുക്കത്തിലാണ്. ആ തെരഞ്ഞെടുപ്പ് ചൂടിൽ പാലക്കാട് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. ഇവിടെ പാലക്കാട് ആര് ജയിക്കാനാ സാധ്യത? രാഹുലിന് ചാൻസ് കാണുന്നത്. എനിക്ക് രാഷ്ട്രീയമില്ല, ഞാൻ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രീയമില്ല. പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ ഒരു അതായത് ഷാഫിയുടെ പ്രവർത്തനം അതൊരു ഗുണം ചെയ്യും. അപ്പോൾ ട്രോൾ വിവാദമൊന്നും അതൊന്നും പ്രശ്നമല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ചാനൽ ചർച്ചയിലൊക്കെ എനിക്ക് വ്യക്തമായി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞാൻ 15 വർഷമായിട്ട് ഒരു രാഷ്ട്രീയമില്ല. രാഹുലിന് ചാൻസ് കാണുന്നത് സാധ്യതയില്ല, തേടന്നെ കാണുന്നുള്ളൂ. എൻ്റെ കാഴ്ചപ്പോൾ അങ്ങനെ വരുന്നുള്ളൂ. കൃഷ്ണകുമാറോ സെക്കൻഡ് വരാൻ ചാൻസ്. ഷാഫി ഇമ്പാക്ട് പ്രതിഫലിച്ചിട്ടുണ്ട് ഇവിടെ. കാരണം ഷാഫി ഓരോരോ വീടുകളുടെ അടുക്കളയിലാണ് ഷാഫി. നാട്ടുകാർക്ക് എങ്ങനെ പരിചയം എന്ന് വെച്ചാൽ വീട്ടിൽ വന്നാൽ അത് അടുക്കള വരെ എത്തിപ്പെടുന്ന ഒരാളാണ് ഷാഫി. ആ ഷാഫി ഇമ്പാക്ട് ഇവിടെ പ്രതിഫലിക്കുക ചെയ്യും. അവനിക്ക് വേണ്ടി അവൻ്റെ മനസ്സിനെ അറിയുന്ന ആൾക്കാരാണ് വോട്ടർമാർ. അപ്പോൾ അതുകൊണ്ട് ഷാഫിൻ്റെ വിജയം കൂടി ആയിരിക്കും ഈ വിജയം. ഷാഫി ജയിക്കും. പ്രവർത്തനം അല്ല, ഷാഫി അല്ലല്ലോ ഇപ്പൊ നിൽക്കുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ ഷാഫിയുടെ പ്രവർത്തനം കാരണം തന്നെ തോന്നണേ രാഹുല്. കോൺഗ്രസ് അവരൊക്കെ നല്ലോണം മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് BJP തന്നെയാണ് മുന്നിൽ നിൽക്കുകയെന്ന് തോന്നുന്നത്. കൃഷ്ണകുമാർ സാറിന് നന്മ ചെയ്യുന്ന ആളാണ് എല്ലാവരും പൊതു അഭിപ്രായം. ഇവിടെ LDF ജയിക്കാനാണ് സാധ്യത. ശരി ജയിക്കും. പാർട്ടി ഏതൊരാളെ നിർത്തിയാലും പാർട്ടീൻ്റെ പിന്നിലാണ് അണികൾ നിൽക്കുള്ളൂ. ആ ഒരു വിശ്വാസം പാർട്ടിക്കുണ്ട്, അണികൾക്കും ഉണ്ട്. പാർട്ടി എന്ത് പറയുന്നോ അതേ അണികൾ കേൾക്കുള്ളൂ. വൻ ഭൂരിപക്ഷത്തോടെ സരിൻ ജയിക്കും. രാഹുൽ ജയിക്കും. അവൻ ജയിക്കട്ടെ. തൻ്റെ ഉള്ളിൽ ചെക്കനല്ലേ, അപ്പോൾ അവൻ ജയിക്കണമല്ലോ. യുവാവല്ലേ, ഞങ്ങളെപ്പോലെ കളവനല്ലല്ലോ. പാലക്കാട് അവൻ ജയിക്കട്ടെ, അതന്നെ ഏറ്റവും നല്ലത്. എല്ലാത്തിനും മുന്നിൽ നിൽക്കും, സമയത്തിന് എല്ലാത്തിനും. സാബി അങ്ങനെ നമുക്ക് ചെയ്ത് അതേപോലെ അവനും ചെയ്യുമെന്നുള്ള വിശ്വാസത്തിൽ പ്രാവശ്യം അവൻ തന്നെ വരും. 5 മുതൽ 15-ൻ്റെ ഉള്ളിൽ. അച്ചക്കൻ ജയിക്കട്ടെ. വേറെ ഇപ്പോൾ ഇവിടെ ആരും ജയിക്കുക? ഇവിടെ അങ്ങനെയൊന്നും എൻ്റെ അഭിപ്രായത്തിലില്ല. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഇവനക്ക് തന്നെ. എല്ലാവരും ഇവിടെ ജാതി മതം അല്ലാണ്ട് വോട്ട് ചെയ്യണ അവനക്കും ചെയ്യുള്ളൂ. നല്ല ചെക്കനാണ്, യുവാവാണ്. 3 പാർട്ടിക്കാർക്കും ചാൻസ് ഉണ്ട്. CK കുഴപ്പമില്ല, നല്ല വ്യക്തിത്വമാണ്. കൃഷ്ണകുമാർ നല്ല വ്യക്തിത്വമാണ്. സരിനാണ് കുറച്ച് എല്ലാവരും ഒരു നെഗറ്റീവ് കമൻറ്റ് പറയുന്നത്. പാർട്ടി മാറി വന്ന് വേറൊരു പാർട്ടിയിലേക്ക് വന്ന ഒരു വ്യക്തിത്വം ആയതുകൊണ്ട് കൊണ്ട് സരിന് അത്ര ഒരു ഇതില്ല. മാങ്കൂട്ടത്തിലും നല്ല അഭിപ്രായമാണ്, ആൾക്കാരുടെ ഇടയിലെല്ലാം നല്ല അഭിപ്രായമാണ് നോക്കുന്നത്. അറിഞ്ഞിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിലാണ് കൂടുതൽ ചാൻസ്. പോരാട്ടം BJP UDF തമ്മിലുള്ള പോരാട്ടമല്ലേ. CPM 3-ാം സ്ഥാനത്ത് വരും. അതായത് ഇപ്പോൾ പാലക്കാട് നമുക്കിപ്പോൾ സാധാരണ 3-ാം സ്ഥാനത്ത് LDF-ൽ പ്രാവശ്യം P. സരിൻ വമ്പിക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കും. പിന്നെ ഇവിടെ പറയാനുള്ളത് കോൺഗ്രസ് തന്നെയാണ്. ഇത് കുറേ വർഗീയവാദികളെന്ന് പറഞ്ഞ് സ്റ്റീഫനെ പറഞ്ഞ് നടന്നു, ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞ് നടന്നു. അപ്പോൾ അവരുടെ എല്ലാവരും വോട്ട് ഇവർക്ക് വേണം, എന്നാലും അവർ ജയിക്കുള്ളൂ എന്നുള്ളൊരു നിലപാടിലാണ് അവർ നിൽക്കുന്നത്. ഇപ്പോൾ കുറേ നോട്ടീസൊക്കെ അടിച്ചു. എന്നാലും മേപ്പറും പള്ളിയിൽ SDPക്കാർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാ വീട്ടുകളും കയറിയിട്ട് ഇവിടെ പാലക്കാട് മറ്റേ BJP പോകണമെങ്കിൽ UDF-ന് വോട്ട് ചെയ്യണം പറഞ്ഞിട്ട്. പക്ഷെ അവർ കുറേ പറയും വർഗീയവാദി ലാസ്റ്റ് അവരുടെ വോട്ട് അവർക്ക് വേണം. ഞങ്ങളുടെ ഉദ്ദേശിച്ച് അവർ 2 പ്രാവശ്യം ഇല്ലെങ്കിൽ ഈ കുറി അവർക്ക് ജയം കിട്ടും. കൃഷ്ണകുമാറിന് കിട്ടും. പിന്നെ മറ്റേ രണ്ടും ഞങ്ങൾ ഈ നാട്ടുകാരല്ലല്ലോ രണ്ടുപേരും. ഇയാൾ പാലക്കാടുകാരനാണ്, അറിയാം, ചെറുപ്പം മുതലേ ഉള്ളതെന്ന് പറയും. പക്ഷെ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും. ഈവൻ അതർവൈസ് അവർ ജയിക്കും. ഇവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ പറഞ്ഞാൽ ആത്മാർത്ഥമായി UDF-ൻ്റെ കൂടെ നിൽക്കും. ഞങ്ങൾക്ക് ഈ ഇലക്ഷനിൽ ഞങ്ങൾ പാണക്കാട് തങ്ങൾ എന്താ പറയുന്നത് അതിൻ്റെ ഒപ്പം അതിൽ എന്ത് നഷ്ടം ഞങ്ങൾക്ക് സംഭവിച്ചാലും തങ്ങളുടെ വാക്കിനെ ഞങ്ങൾ സ്വീകരിക്കും. അതേമാതിരി തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിലും എല്ലാം വോട്ടർമാരുടെ ഇടയിൽ ചർച്ച. രാഹുൽ ഉറപ്പായി ജയിക്കും. ഇവിടെ കോൺഗ്രസ് ഷാഫി പറമ്പിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മാങ്കൂട്ട അപ്പോൾ അതായിരുന്നു. ഇപ്പോൾ ശരൺ ശരിയല്ലേ, അതാണ് അവരാണ്. അങ്ങാര് വരുമെന്നുള്ളത് ഇപ്പോൾ ഒന്നും പ്രവചിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. രാഹുൽ ജയിക്കും പറയും. ഇപ്പോൾ ഷാഫിയുടെ നമ്മൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരിൽ അവർക്ക് ചെയ്തവർ ഇവർക്കും ചെയ്യുന്നുള്ളതിൽ രാഹുൽ ജയിക്കും. നമ്മുടെയൊക്കെ ആഗ്രഹം പിന്നെ രാഹുൽ മാങ്കൂട്ടം വരട്ടെ എന്നാണ്. അതിനിപ്പോൾ നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ.
ഭൂരിപക്ഷം നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനാണ് ഇപ്പോഴത്തെ സാധ്യതകൾ കാണുന്നത്. നമ്മൾ വിചാരിക്കുന്നുണ്ട്, പക്ഷേ അറിയില്ല. നമുക്കൊന്നും പറയാൻ പറ്റില്ല. വോട്ടിലേക്കേ പോകില്ല. 2-3 ദിവസമായി ഇലക്ഷൻ്റെ പോകുള്ളൂ. നമുക്ക് ആരും നടക്കാൻ വയ്യ. ആരെ കുറ്റം പറയാനും തയ്യാറില്ല. എന്താ ഒരു പാർട്ടിയും കുറ്റം പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്താ ഞാൻ പറഞ്ഞ് ശരിയില്ലേ? ഇപ്പം മാർക്സിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, UDF ആവട്ടെ, BJP ആവട്ടെ, ഒന്നും പറയാനില്ല. ഏതോ നന്നായിരുന്നാൽ ശരി ആരായാലും. ഒന്ന് സന്ദീപ് വാര്യർ BJP എന്ന് കോൺഗ്രസിലേക്ക് വന്നതാണ്. പാലക്കാട് മണ്ഡലത്തിൽ UDF ശക്തിപ്പെടുകയാണ്. രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ഭാഗം പറയണേ. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞമാതിരി പാലക്കാട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗിൻ്റെ വോട്ട് നിർണായകമാണ്. 100-101% രാഹുൽ മാങ്കൂട്ടം ജയിക്കും. അതിലൂടെ ഒരു മാറ്റമില്ല. കോൺഗ്രസ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കൂടെ ലീഗ് നിന്ന് കൊടുക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നല്ലൊരു ശതമാനം ഇവിടെ വോട്ടാണ്. ചെറിയ വോട്ടൊന്നുമല്ല. ലീഗ് 3-2 പഞ്ചായത്തൊക്കെ ഭരിക്കുന്നതാണ്. ഒരു വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. കോൺഗ്രസ് കൂടി ശക്തിയായിട്ട് മത്സരിക്കുന്നുണ്ട്. നല്ല വോട്ട് അവർക്കുണ്ട്. വോട്ട് കോൺഗ്രസിലൊക്കെ ഇക്കുറിയാണ് കോൺഗ്രസ് UDF ഒന്നിച്ച് നിൽക്കുന്ന മത്സരിക്കുന്നത്. പാലക്കാട് എന്താ സംശയിക്കാനുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കും. സരിന് ഇവിടെ ക്യാബിനറ്റ് അല്ല, ചിത്രത്തിലേ അല്ല. ഇവിടെ BJPയും ഇതും പാടുള്ള മത്സരമാണ്. UDFും NDAയും തമ്മിലുള്ള മത്സരമാണ്. ഇവിടെ തന്നെയാണ്. സരിൻ ചിത്രത്തിലേ ഇല്ല. തന്നെയാണ് അതിൻ്റെ വാസ്തവം. രാഹുൽ മാങ്കൂട്ടം 35,000 നമ്മൾ ചാർട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 35,000 വോട്ടിൻ്റെ വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് മാൻകൂട്ടം ജയിക്കും. അത് ഷുവറാണ്, ഗ്യാരണ്ടി. സരിന് സാധ്യതയില്ല. പാലക്കാട് സാധ്യത കമ്മിയാണ്. കൃഷ്ണകുമാർ 2ാം സ്ഥാനത്തിലേക്കാണ് വരാനുള്ള സാധ്യത. സാഫിൻ്റെ ഒറ്റ ഒരു ഉറപ്പ് കൊണ്ടാണ് നമ്മൾ അത്രയും പറയാൻ കാരണം. സാഫിൻ്റെ വികസനമല്ല പാലക്കാട്. നല്ല വികസനം ഉണ്ടായിരുന്നു സാഫി പറമ്പിൽ. ജയിക്കാൻ കോൺഗ്രസിനാണ് ചാൻസ്. ഈ ബാക്കി കാര്യം അറിയില്ല, ഇനി കണ്ടറിയണം. ഇലക്ഷനെ പറ്റി ഇപ്പോഴത്തെ 6 പേര് കണ്ടീഷനൊന്നും ആരിനിപ്പോൾ നമ്മളിപ്പോൾ അടുത്തവരും പറയാൻ പറ്റില്ല. രണ്ടാളും നിൽക്കുന്ന ഒരേ തുല്യാണ്. കോൺഗ്രസ് ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ, രണ്ടാലും ഒരേ ക്ലാസ്. നല്ലൊരിതാണ് അത്. BJP ആയാലും നമുക്കിപ്പോൾ മോദിജിയൊക്കെ നല്ല ഇഷ്ടമാണ്. അതുമാതിരി ഉമ്മൻചാണ്ടി സാറ് ഇഷ്ടമാണ്. പിന്നെ പോന്നിട്ട് അച്യുതാനന്ദൻ, അവരൊക്കെ നല്ല നായനാർ. എല്ലാ നേതാക്കന്മാരെയൊക്കെ നല്ല നല്ല ആൾക്കാരെയൊക്കെ ഇഷ്ടമാണ്. കരുണാകരൻ്റെ മകനാ മുരളിയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനത്തെ പാർട്ടിയൊന്നും അങ്ങനെ അപ്പോൾ പറയണ പറഞ്ഞിട്ട് ഞാൻ ഇന്ന പാർട്ടിയിലല്ല, നമ്മൾ ജനങ്ങളെ സഹായിക്കണം. രണ്ടാളും തൂങ്ങി നിൽക്കണോ. പിന്നെ കമ്മ്യൂണിസ്റ്റും പറയാനൊന്നും പറ്റില്ല. എന്താ പറഞ്ഞാലേ 3 ആൾക്കും നല്ലൊരു ലെവലൊക്കെ ഉണ്ട്. നമ്മളിതൊക്കെ കണ്ടറിയണം. ഇപ്പോൾ ഒന്നും അഭിപ്രായം പറയാനേ പറ്റില്ല. ടൗണിലെ കാര്യം പറഞ്ഞാൽ ഒരാൾ ജയിക്കും, ഗ്രാമങ്ങളിൽ പോയാൽ വേറെ ഒരാളായിരിക്കും. അപ്പോൾ അഭിപ്രായം നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. ആരാ ജയിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് അത് പറയാൻ പറ്റില്ല. ആര് ജയിച്ചാലും നമുക്ക് നല്ലത് വരണം, അത്രേ ഉള്ളൂ. ത്രികോണ മത്സരമൊന്നുമില്ല. 2 മത്സരം തന്നെ നടക്കുള്ളൂ. CPMന് സാധ്യതയില്ലല്ലോ. കോൺഗ്രസും BJP ബെറ്റർ ദൻ കോൺഗ്രസ്. രാവിലെ തന്നെ ജയിക്കണം. ആര് ജയിച്ചാലും ജനങ്ങൾക്ക് ഉപകാരം ചെയ്യണം, അത് തന്നെ കാര്യം. സാഫി സാധ്യത MLA എന്ന് പറയുകയാണെങ്കിൽ എന്തെല്ലാം ഒരു പരിധിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അയാൾ ചെയ്തു കാണിച്ചു. ഇവിടെ തന്നെ ലൈറ്റിൻ്റെ കാര്യത്തിലും ഇവിടെ പേര് വന്ന ഒരു ഭാഗം കറണ്ട് ഉണ്ടാവില്ല. ആ ഒരു ഇതൊക്കെ സാഫി നിർത്തി കൊടുത്തു. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നു, പല വികസനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു MLA പരിധി അയാൾ ചെയ്തു. അത് രാഹുലിന് മുതൽക്കൂട്ടായി മാറും. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, മനസ്സിലായില്ലേ? ഞാൻ എല്ലാത്തിലും നമ്മുടെ കാര്യം, നമ്മുടെ ജീവിതം വലുതായിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ ഇറങ്ങിയാൽ നാളെ അവർ ജയിച്ചു പോകും. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ നമസ്കാരമോ കയ്യോ കാലോ ഒക്കെ തരും. അത് കഴിഞ്ഞാൽ പിന്നെ ആരായാലും തിരിഞ്ഞേ നോക്കില്ല.